ഇതെന്താ ഇപ്പോൾ സംഭവം എന്നല്ലേ ചെയ്ത് തീരാറായപ്പോഴാണ് മനസ്സിലായത് ചെയ്തത് ഫുള്ള് കുളമായിപ്പോയത്. അപ്പോൾ നമ്മളിന്നൊരു പെൻ ഹോൾഡറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെ 1.5 സെൻറ്റിമീറ്ററിൽ മെഷർമെൻറ്റ് എടുത്തിട്ട് വരച്ചു കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഫ്രൂട്ട്സിൻ്റെയോ വെജിറ്റബിൾസിൻ്റെയോ ബേർഡ്സിൻ്റെയോ ഒരു പ്രിൻറ്റ് വരച്ചു കൊടുക്കുക. അതിൻ്റെ മുകളിൽ കൂടി ഒരു ബ്ലാക്ക് പെൻ വെച്ച് ഒന്ന് ഔട്ട്ലൈനും കൂടി ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒന്നും കൂടി ഒരു ഭംഗി ഉണ്ടാവും. അപ്പോൾ ഇത്ര എത്തിക്കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എനിക്ക് എവിടെയാണ് തെറ്റിപ്പോയത്. ശരിക്കും ഇതിൽ 5 പാർട്ടായിരുന്നു വേണ്ടത്, ആ ഒരു ഡിവിഷൻസ്. പക്ഷെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് 4 പാർട്സ് മാത്രമായിരുന്നു. ഇത് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഞാൻ ആ ഒരു മാർക്ക് ചെയ്ത സ്ഥലം വെട്ടിമാറ്റുക. അതിനുശേഷം ഓരോ സ്ക്വയേഴ്സും ഇതുപോലെ വെട്ടിക്കൊടുക്കുക. ഇനി നിങ്ങളൊരു സ്കെയിൽ ഉപയോഗിച്ച് ഈ 5 പാർട്സും നന്നായിട്ടൊന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് നമ്മളിതൊന്ന് കൂട്ടി വയ്ക്കുമ്പോഴേക്കും നമുക്കിതൊരു ബോക്സിൻ്റെ ഷേപ്പിൽ കിട്ടും. ഇനി നിങ്ങൾ ഈ ഒരു സൈഡ് ഗ്ലൂ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ഈ ബോക്സിൻ്റെ ഒരറ്റം പശ വെച്ച് ഒട്ടിക്കുക. ഒരറ്റം നിങ്ങൾ പശ വെച്ച് ഒട്ടിക്കാൻ പാടില്ല, കാരണം നമുക്ക് യൂഷ്വലി തുറക്കാൻ ഉള്ള ഭാഗമായതുകൊണ്ട് ഒരു സൈഡ് മാത്രം നിങ്ങൾ പശ വെച്ച് നന്നായി ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് പെൻ ഹോൾഡറായിട്ടോ പെൻസിൽ ഹോൾഡറായിട്ടോ യൂസ് ചെയ്യാം. വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടെന്നായിരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.